ഹലോ ഗൈസ്, ഞങ്ങള് ഒരു 4 days വീട് കിട്ടിയ ഒരു എക്സ്റ്റൻഡഡ് വീക്കെൻഡ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉള്ള പരിപാടിയാണ് ഈ പ്രാവശ്യം. ഓൾ സെറ്റ്, പെട്ടെന്ന് പാക്ക് ചെയ്ത് വി ആർ ഗോയിങ് ഫ്രം ടെമ്പറേച്ചർ 15 to Zara -10. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു, ഡിസംബർ. സോ എന്തൊരു സർപ്രൈസ് കൊടുക്കുന്നത് നമുക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിലും നല്ലത് ഞാൻ ഓർത്തി നമുക്ക് സർപ്രൈസ് ഒരു മെമ്മറി ആക്കാൻ. ലാസ്റ്റ് മൊമെന്റ് ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വീക്ക് പെട്ടെന്ന് ഹോട്ടൽ ബുക്ക് ചെയ്തു. നമുക്ക് വീടോടെ അറൈവൽ കിട്ടുന്ന ഒരു ഓപ്ഷനുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. കാരണം ഖത്തർ റെസിഡൻസിന് ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഖത്തർ റെസിഡൻസ് ഉള്ളവർക്കും ഇന്ത്യൻ നാഷണൽസ് അല്ലെങ്കിൽ നമുക്ക് US വിസ ഇഷ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും വിസ ഓൺ അറൈവൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഓപ്പൺ വെച്ചു. ലാസ്റ്റ് വരെ നമുക്ക് നാഷണൽ ഹോളിഡേ പ്രഖ്യാപിക്കുമോ എന്ന് വെയിറ്റ് ചെയ്തു. 15th ആയപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് പ്രഖ്യാപിച്ചു. 16th ബർത്ത്ഡേയുടെ അന്ന് എന്താണ് 17th വൈകുന്നേരം നമ്മൾ ട്രിപ്പ് പോവാണ്. അപ്പോൾ നമുക്ക് ജോർജിയ ഇസ് ലൈക്ക് ആ സ്റ്റേഷൻസ് എല്ലാം ഫുൾ ചോക്കോ ബ്ലോക്കാണ്. നമുക്കൊരു ഓപ്ഷൻ നല്ല കിട്ടിയത് അസ്മേനിയ. ലെറ്റ്സ് ഗോ ടു യെർവാ. എയർപോർട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഫെസ്റ്റിവൽ സീസണായിട്ടാണെന്ന് തോന്നുന്നത്. നല്ല ഡെക്കറേറ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഹറിബറി ആയെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എയർപോർട്ടാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി ഇതേപോലെ ഒരു കട കഴിഞ്ഞിട്ടും ശരി അവിടെ കയറിയിരിക്കും. ഒരു ചായ എന്തായാലും വേണ്ടി വരും. ബോർഡ് ചെയ്തു. ചെറിയൊരു ഇപ്പോഴത്തെ my friend he requested for a seat change, so my son is sitting there. Zoran is sitting that side. So that's it, it's okay. Sometimes നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാമല്ലോ. 3 hours ഫ്ലൈറ്റ് ഉള്ളത്. ഇറ്റ്സ് ഓക്കെ. സാറ ഇപ്പോഴും ചൈൽഡ് ടിക്കറ്റ് ആയതുകൊണ്ട് സാറ ഗോഡ് എ ചൈൽഡ് കുടി. she always gets one. അങ്ങനെ ടേക്ക് ഓഫിന് ഒരു 1/2 hourനുള്ളിൽ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ബീഫിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് ചോദിച്ചത്. അതപ്പോൾ അവരുടെ കാർട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു 5 minutesനുള്ളിൽ സെർവ് ചെയ്യാൻ പറഞ്ഞു. ജസീൻ സാറേയും ചിക്കനാണ് പറഞ്ഞത്. സ്പാഗറ്റി വിത്ത് സം തായ് ചിക്കൻ കറി ഓർ സംതിങ്. അങ്ങനെ സർവീസൊക്കെ കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജെസ്സി ഇമിഗ്രേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന പരിപാടി തുടങ്ങി. 3 hours ഫ്ലൈറ്റ്, ഷോർട്ട് ഫ്ലൈറ്റ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൽ അധികം ഡിലേ ഇല്ലാണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. സാറ ടൈം പാസ് 5 minutes കഴിഞ്ഞപ്പോഴത്തേക്കും സ്വിച്ച് ഇട്ടു അല്ല ആൾ ഉറക്കം തുടങ്ങി.
നാഷണൽ ഡേ സ്പെഷ്യൽ സോറ ഭയങ്കര ഹാപ്പി ആയിട്ടാ. ഇറങ്ങിയപ്പോൾ തന്നെ നേരെ കണ്ടത് നമ്മളെ മെസ്സിക്കുട്ടൻ്റെ ഫോട്ടോ ആണ്. കണ്ടില്ലേ? സോ എല്ലാ അർജന്റീനൻ ഫാൻസിനും വെൽക്കം ടു അർമേനിയ. നമ്മുടെ ഡീമറിയെ കുട്ടനുണ്ട്. ബാഗേജ് ക്ലെയിം ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഡ്യൂട്ടി ഫ്രീ, ചെറിയ എയർപോർട്ടാണ്. എൻട്രി, വിസ, പേയ്മെൻറ്റ്. ആദ്യം തന്നെ നമുക്ക് പേയ്മെൻറ്റ് അടക്കണം. വിസയുടെ പേയ്മെൻറ്റ് അടച്ചിട്ട് വേണം ഓണറബിൾ വിസ എടുക്കാനായിട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് വലിയ ക്യൂലാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പേയ്മെൻറ്റ്. അവിടെ നിന്ന് വിസ പേയ്മെൻറ്റ് നടത്തിയിട്ട് വിസ ആൻഡ് രജിസ്ട്രേഷൻ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ വന്നിട്ടുണ്ട് വിസ എടുക്കാനായിട്ടാണ് ഓണറബിൾ വിസ. ഈ ഫ്ലൈറ്റിൽ നിന്ന് ഫോം ഫിൽ ചെയ്തുകൊണ്ട് എയർപോർട്ടിൽ അധികം ടൈം വേസ്റ്റ് ആയില്ല. എന്നിട്ട് ഇങ്ങനെ ആൾക്കാർ വീട്ടിൽ ഫില്ല് ചെയ്യാനുണ്ട്, അതുപോലെ ഫില്ല് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാവും. എന്നാലും ഇമിഗ്രേഷൻ നല്ല തിരക്കായി. ഇപ്പം നല്ല തിരക്കായി. നമ്മൾ ഇനി ഇമിഗ്രേഷനിലോട്ട് പ്രൊസീഡ് ചെയ്യാനാണ്. ഓക്കെ, ഇമിഗ്രേഷനിൽ ബൈ ദ ടൈം ഭയങ്കര ക്യൂ ആയി. ഓൾമോസ്റ്റ് ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര എം ടി ആയിട്ട് തന്നേച്ചാൽ ഇമിഗ്രേഷൻ കൗണ്ടറാണ്. ഇപ്പം ഇങ്ങനെ കിടക്കണുണ്ട്. ഒന്ന് സാധനം ഒന്നും പറയണ്ട. മോസ്കോ, ദോഹ, ഏതൻസ് ഉണ്ട്, ടെൽ അവീവ് ഉണ്ട്, റോം, മോസ്കോ, ഇസ്താൻബുൾ, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് വരുന്നുണ്ട്. എമിഗ്രേഷനിൽ അധികം ടൈം കൊടുത്തില്ല കേട്ടോ. പെട്ടെന്ന് ആ ക്യൂ ഒഴിവാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരെ വെച്ച് ഒരു കൗണ്ടറിലോട്ട് അവർ അലവ് ചെയ്തു. പെട്ടെന്ന് ക്ലിയർ ചെയ്തതാണ്. ശരിക്കും വിസയൊക്കെ അവർ ശരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പാസ്പോർട്ടും US വിസയും എല്ലാം. സൗരഭ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാബിലോട്ട് ഇറങ്ങാൻ പോകാൻ. ഓക്കെ, പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. -5 ആയിരുന്നു ടെമ്പറേച്ചർ. സാറ വാസ് വെരി എക്സൈറ്റഡ്. ഈവൻ സോറ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ വായിന്ന് സ്മോക്ക് പോകണമെന്നൊക്കെ അവർക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു. സോ ദേ വർ എൻജോയിങ് ഡൂയിങ് ദാറ്റ്. ഞങ്ങളുടെ വണ്ടി പാർക്കിങ്ങിലായിരുന്നു. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് നടക്കണമായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബസ് ഇവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. കണ്ടിട്ടൊരു പുതിയ മോഡൽ ബസ്സല്ലേ, ഫ്രണ്ടൊക്കെ ഉണ്ടാ. ഞങ്ങൾ സൗരഭിൻ്റെ വണ്ടിയിലെത്തി. ലഗേജ് എല്ലാം ഞങ്ങൾ സ്റ്റഫ് ചെയ്ത് വെച്ചെന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും. കാര്യം ലഗേജ് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കയറാനായിട്ട്. ഞങ്ങളുടെ 3 വലിയ ബാഗ് ഉണ്ടായിരുന്നു, 2 ചെറിയ ബാഗ്, ക്യാബിൻ ബാഗ്. സോ സംഭവം വി മാനേജ് ടു അങ്ങനെ പെട്ടിയൊക്കെ എടുത്ത് വെച്ച് അതുപോലെ തന്നെ ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ചെറിയൊരു ടോളുണ്ട്. ടോളൊക്കെ ഉണ്ടാകും. പേയ്മെൻറ്റ് എടുത്തോ? ശരി, മറ്റേ ഫാസ്റ്റാഗ് സെറ്റപ്പാണോ? അല്ലേ? ഓ ശരി, ഓക്കെ. ഫാസ്റ്റാഗ് സെറ്റപ്പ് അല്ല, നമ്മൾ ഇറങ്ങി പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ തന്നെ വൈൻ്റെ ബോട്ടിലാണ് സിറ്റിയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വൈൻ ബോട്ടിലാണ് കാണിക്കുന്നത്. വലിയ വൈൻ ബോട്ടിൽ ഡിസ്പ്ലേ. അതാണ് പക്കയാട്ടോ. ഇവിടെ വീട്ടിൽ പറഞ്ഞൊരു ആപ്പാണ്, ഗൂഗിൾ മാപ്പില്ല. പക്ഷെ ഭയങ്കര ആക്യുറേറ്റ് ആണ്. ഒരു ചെറിയ ആക്സിഡൻറ്റ് കിട്ടാണ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ. ഇറങ്ങിയപ്പോൾ ഇപ്പോൾ വണ്ടികൾ ഇവിടെ ഈ തണുപ്പും ഫോഗൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടികൾ കൂട്ടിയെടുക്കൽ ഭയങ്കര കോമൺ ആണെന്നാണ് പറഞ്ഞത്. നല്ല ആക്സിഡൻ്റ് ആണ്. കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് എടുക്കാം. ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് ആയതുകൊണ്ട്
ഒന്നും ഉണ്ടായില്ല കേട്ടോ. എപ്പോഴൊന്നും ട്രാഫിക് ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, കീ കിട്ടി. ബാഗ്സൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇതാണ് ഹോട്ടൽ റിസപ്ഷൻ. ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ റിസപ്ഷൻ ആണ്. നൈസ്. സൗരവ് പോയി ഞങ്ങളാക്കിയിട്ട്. ഇറ്റ്സ് നൈസ്, നല്ല ഹോട്ടലാണ്. റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 507 ആണ് നമുക്ക് തോന്നുന്നു. ഒരു കോർണറാണ്. ഇറ്റ്സ് എ കോർണർ റൂം. ഓക്കെ, നൈസ്. നല്ല റൂമാണ്. നല്ല വലിയ 2 ഡബിൾ ബെഡ് ഉണ്ട്. ഓക്കെ, റൂം ഇത്തിരി ചെറുതാണെങ്കിലും ബട്ട് ബെഡ് നല്ല സ്പേഷ്യസ് ആണ്. നൈസ് നൈസ്. ടോയ്ലറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. I want to see the toilet. ചെറിയ ഷവർ സ്പേസ്. So friends, wait for our next video. Day 1 in Yerevan. We're gonna see snow, Zara. Yay!